Hi learners! ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 5th സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ലിറ്റററി തിയറി എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് ആണ്. അപ്പം ഇതാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ. ആസ് യൂഷ്വൽ 3 സെക്ഷൻസ് ഉണ്ടാവും. 3 മാർക്കിൻ്റെ ഒരു സെക്ഷൻ, പിന്നെ 6 മാർക്കിൻ്റെ ഒരു സെക്ഷൻ, പിന്നെ 10 മാർക്കിൻ്റെ ഒരു സെക്ഷൻ. സോ ഷോർട്ട് ആൻസർ ടൈപ്പ്, പാരഗ്രാഫ് ടൈപ്പ്, എസ്സേ ടൈപ്പ്, ഈ 3 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം അല്ലേ. സോ ലെറ്റ്സ് ഗോ ത്രൂ ദ ഫസ്റ്റ് സെക്ഷൻ വിച്ച് ഇസ് ഷോർട്ട് ആൻസർ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് വാട്ട് ഇസ് മെൻറ്റ് ബൈ ലിംഗ്വിസ്റ്റിക് ടേൺ. ഇത് ഫസ്റ്റിലെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ലിംഗ്വിസ്റ്റിക് ടേണ്, ക്രിട്ടിക്കൽ ടേണ്, കൾച്ചറൽ ടേണ് എന്നൊക്കെ പറയുന്നത്. ആ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടും ആ 3 ടേൺസ് ആണ് പഠിക്കാനുള്ളത്. സോ ലിംഗ്വിസ്റ്റിക് ടേൺ is defined as a change in emphasis in the discourse of the humanities and social sciences, reflecting a recognition of the importance of language in human meaning making. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലെ അതേ വേർഡ്സാണ് കൊടുത്തിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ടെക്സ്റ്റായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലിംഗ്വിസ്റ്റിക് ടേൺ എന്ന് പറഞ്ഞാൽ എന്താ? ദർ ഇസ് എ ചേഞ്ച് ഫ്രം ദ എംഫസിസ് ഓഫ് ഹ്യൂമാനിറ്റീസ് ആൻഡ് സോഷ്യൽ സയൻസ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ്. അപ്പം ഹ്യൂമാനിറ്റീസ്, സോഷ്യൽ സയൻസ് ആ ഒരു ഏരിയയിൽ നിന്ന് ഒരു ചേഞ്ച് വരികയാണ്. ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജ് ഇൻ ഹ്യൂമൻ മീനിങ് മേക്കിംഗ്. ഇമ്പോർട്ടൻസ് ഓഫ് ലാംഗ്വേജിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി ആൾക്കാർ ചിന്തിച്ചു തുടങ്ങുന്ന ഒരു പീരിയഡാണ് ലിംഗ്വിസ്റ്റിക് ടേൺ എന്ന് പറയുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ലാങ് ആൻഡ് പരോൾ? ഇത് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ചാപ്റ്ററിലേതാണ്. അപ്പോൾ ലാങ്, പരോള്, സ്ട്രക്ചറലിസം ഇതൊക്കെ ഓർക്കുമ്പോൾ ഫെർണാൻഡ് ഡി സെഷോറിൻ്റെ നെയിമാണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഫെർണാൻഡ് ഡി സെഷോർ ഡിസ്റ്റിങ്വിഷ് ദ സിസ്റ്റം ഓഫ് സ്പീച്ച് എലമെൻറ്റ്സ് ആസ് ലാങ് ആൻഡ് പരോൾ. സോ ബോത്ത് ആർ സിസ്റ്റം ഓഫ് സ്പീച്ച് എലമെൻറ്റ്സ്. Parole is the speech of an individual, whereas lang is the underlying speech system or structure of a language. Okay, അപ്പോൾ ഒരു ലാംഗ്വേജിൻ്റെ ആ ഒരു സ്പീച്ച് സിസ്റ്റം അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് എ ലാംഗ്വേജ് ഇസ് lang. അപ്പം parole is the speech of an individual. Okay, for example, lang is Malayalam and parole is the individual utterance of a Malayalam speaker. അപ്പം ഫോർ എക്സാമ്പിൾ ലാങ് എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചറാണ് ലാംഗ്വേജിൻ്റെ. അപ്പം മലയാളം എന്ന് പറയുന്നത് ലാങ് ആണെങ്കിൽ ആ മലയാളം പല ജില്ലകളിൽ പല പല ഭാഷകളിലാവൂലേ. അപ്പോൾ ആ ഇൻഡിവിജ്വലിനനുസരിച്ചുള്ള ആ ചേഞ്ചസിനാണ് പരോൾ എന്ന് പറയുന്നത്. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ലോഗോസെൻട്രിസം? So this is from the chapter Post-Structuralism. Derrida criticized the Saussurian concept of the primacy of speech. He used the term logocentrism to describe the tendency. The term was first used by German philosopher Friedrich L. Clages to denote the tradition of speech privilege over writing in Western philosophy. Literally it means centered on speech or word. Okay. അപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സ്പീച്ചിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനാണ് നമ്മൾ ലോഗോസെൻട്രിസം എന്ന് പറയുന്നത്. സോ വേർഡ്സ് അല്ലെങ്കിൽ സ്പീച്ചാണ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി, ദർ ഇസ് എൻ അൾട്ടിമേറ്റ് റിയാലിറ്റി എന്നൊക്കെയുള്ളൊരു ബിലീഫാണ് ലോഗോസെൻട്രിസം. നെക്സ്റ്റ്, വാട്ട് ഇസ് മെൻറ്റ് ബൈ കളക്റ്റീവ് അൺകോൺഷ്യസ്? സോ ദിസ് ഇസ് ഫ്രം സൈക്കോഅനാലിറ്റിക് തിയറി അല്ലേ. ഇതിന് മുന്നത്തെ ക്വസ്റ്റ്യൻ ലോഗോസെൻട്രിസം വാസ് ഫ്രം പോസ്റ്റ് സ്ട്രക്ചറലിസം. നൗ സൈക്കോഅനാലിറ്റിക് തിയറിയിൽ ഒരു ക്വസ്റ്റ്യൻ. സോ എന്താണ് കളക്റ്റീവ് അൺകോൺഷ്യസ് അല്ലേ? ഫ്രൂയിഡ് ആയിരുന്നു ദ അൺകോൺഷ്യസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് അല്ലേ. അതിനെ കാൾ ഗസ്റ്റാവ് ജങ് മോഡിഫൈ ചെയ്തു. എന്നിട്ട് അൺകോൺഷ്യസ് 2 ടൈപ്പ് ഓഫ് അൺകോൺഷ്യസ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് പേഴ്സണൽ അൺകോൺഷ്യസ്, ഒന്ന് കളക്റ്റീവ് അൺകോൺഷ്യസ്. ഇപ്പോൾ പേഴ്സണൽ അൺകോൺഷ്യസ് എന്ന് പറയുന്നത് ഇറ്റ് ചേഞ്ചസ് അക്കോർഡിംഗ് ടു പേഴ്സൺ, വേറാസ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ടുണ്ടാവുന്ന തിങ്സ്. Now, Carl Gustav Jung modified the Freudian model of the unconscious with 2 variations, personal unconscious and collective unconscious. The collective unconscious is particularly important in literary studies as it is the part of the unconscious that is common to all humans irrespective of personal or cultural differences. Okay, അപ്പം ചില ടൈപ്പ് ഓഫ് ഫോബിയാസ് ഒക്കെ കളക്റ്റീവ് അൺകോൺഷ്യസിന് എക്സാമ്പിളാന്ന് പറയാം. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, who according to Gramsci are the traditional intellectuals? So this is from the chapter Marxism. So, according to Gramsci, all human beings have the potential to be intellectuals but are not so for
varying reasons. There is a group of people traditionally designated as intellectuals, mostly because of their profession. Gramsci calls them traditional intellectuals. They belong to the institutions of church, law, education, sciences, and medicine. These traditional intellectuals are historically considered as outside the structures of class in the society. ഓരോ സൊസൈറ്റിയിലും ഒരു പീപ്പിൾ ഓഫ് ഇൻ്റലക്ച്വൽസ് ഉണ്ടാവും. അപ്പം ഗ്രാംസ്കി പറയുന്നത് ട്രഡീഷണൽ ഇൻ്റലക്ച്വൽസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രൊഫഷൻ, ഒരു ഗുഡ് പ്രൊഫഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവർ ചേർച്ച്, ലോ, എഡ്യൂക്കേഷൻ, സയൻസസ്, മെഡിസിൻ ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ വരുന്നവരാവാം. ആൻഡ് ദേ ആർ കൺസിഡേർഡ് ആസ് ഔട്ട്സൈഡ് ദ സ്ട്രക്ചർ ഓഫ് ക്ലാസ് ഇൻ ദ സൊസൈറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What are the 3 stages in the development of human psyche as explained by Lacan? Okay, so this is again from psychoanalysis, from the chapter psychoanalysis. Lacan's 3 stages of development of human psyche ഏതൊക്കെയാണ്? Imaginary, symbolic, real. Okay, so Lacan lays out 3 stages in the development of the human psyche. These are the imaginary, the symbolic, and the real. The imaginary corresponds to the mirror stage devised by Lacan himself. It is marked with fantasy or fiction. അപ്പോൾ ഇമാജിനറി, സിംബോളിക്, റിയൽ അല്ലേ? അതിൽ ഇമാജിനറി എന്ന് പറയുന്നത് ആ ഒരു മിറർ സ്റ്റേജ് എന്ന് പറയുന്നുണ്ടല്ലോ, ഒരു ചൈൽഡ് മിററിൽ നോക്കി അതിനെ റിക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ്, അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി, ഒരു ലോവർ സ്റ്റേജ്, ആ സ്റ്റേജാണ് ഇമാജിനറിയിൽ വരിക. The symbolic order is when the child enters the realm of language and begins to understand the rules and conventions of the language as well as the society. Symbolic order എന്ന് പറയുമ്പം the child is starting to understand, അല്ലേ? മനസ്സിലാക്കി തുടങ്ങുകയാണ് സൊസൈറ്റി, ലാംഗ്വേജ്, കാര്യങ്ങളൊക്കെ. The reality is an order that we can never fully experience. It is marked by a closeness to nature and fulfillment of needs. റിയാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ നെവർ ബി ഫുള്ളി എക്സ്പീരിയൻസ്ഡ്. ഓക്കെ, സോ ലാസ്റ്റ് എത്തുന്ന ഒരു സ്റ്റേജാണ് റിയാലിറ്റി. ഇറ്റ് ഈസ് മാർക്ക്ഡ് ബൈ എ ക്ലോസ്നെസ് ടു നേച്ചർ അല്ലെങ്കിൽ റിയാലിറ്റീനോട് കൂടുതൽ അടുക്കുമ്പോൾ ആ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ്സ് ഓഫ് കൾച്ചർ ഇൻഡസ്ട്രി. സോ ദിസ് ഈസ് ഫ്രം മാർക്സിസം അല്ലേ? മാർക്സിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും. സോ കൾച്ചർ ഇൻഡസ്ട്രി എന്താണ്? So according to Marxism, culture എന്ന് പറയുന്നത് is like an industry which can be bought by someone who has money, അല്ലേ? അതുകൊണ്ടാണ് പവർ ഉള്ളവർക്കാണ് കൾച്ചർ ഉള്ളത്, മണി ഉള്ളവർക്കാണ് കൾച്ചർ ഉള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് മാർക്സിസത്തിന്. The term was coined by critical theorist Theodor Adorno and Max Horkheimer and was presented as a critical vocabulary in the chapter The Culture Industry, Enlightenment as Mass Deception of the book Dialectic of Enlightenment. According to the critics, culture was nothing but an industry where you can buy it with money. അപ്പോൾ കൾച്ചർ ഇൻഡസ്ട്രി എന്ന് പറയുന്ന ടേം കോയിൻ ചെയ്തത് തിയോഡർ അഡോണോ, മാക്സ് ഹോക്കിമറും കൂടെയാണ്. അപ്പം അവരുടെ ബുക്ക് ഡയലക്റ്റിക് ഓഫ് എൻലൈറ്റൻമെൻറ്റിൽ ചാപ്റ്റർ ദ കൾച്ചർ ഇൻഡസ്ട്രി എൻലൈറ്റൻമെൻറ്റ് ആസ് മാസ് ഡിസെപ്ഷൻ എന്ന ചാപ്റ്ററിലാണ് ആ ഒരു വേർഡ് വരുന്നത്. സോ അക്കോർഡിംഗ് ടു മാർക്സിസം, കൾച്ചർ ഈസ് ലൈക്ക് an industry that you can buy with money. Next question. Explain Althusser's idea of interpolation. So Louis Althusser's interpolation അല്ലേ? So this is again from the chapter Marxism. Interpolation means the process by which we encounter a culture's or ideology's values and internalize them. Internalized values will regulate our actions unconsciously. It helps the ruling class to disseminate its interest effortlessly. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട് ലൂയി അൽത്തൂസർ സ്റ്റേറ്റ് പവറിനെയും സ്റ്റേറ്റ് കൺട്രോളിനെയും ഒക്കെ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഓക്കെ, ഇൻ്റർപൊലേഷൻ എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവന്നു എന്നൊക്കെ ഉള്ളത്. സോ ഇൻ്റർപൊലേഷൻ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് വി എൻകൗണ്ടർ എ കൾച്ചേഴ്സ് വാല്യൂസ് ആൻഡ് ഇൻറ്റേർണലൈസ് ദം. നമ്മളൊരു കൾച്ചറിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ ഒരു ഐഡിയോളജീൻ്റെ വാല്യൂസൊക്കെ അതിലൂടെ കടന്നു പോകും. അങ്ങനെ അത് നമ്മളുടെ ഒരു പാർട്ടായി മാറും. നമ്മൾ ഇൻറ്റേർണലൈസ് ചെയ്യും, മീൻസ് നമ്മളുടെ ഉള്ളിൽ അത് ഉണ്ടാവും, നമ്മൾ അതിൻ്റെ ഒരു പാർട്ടായി മാറും. ആൻഡ് ഇൻറ്റേർണലൈസ്ഡ് വാല്യൂസ് വിൽ റെഗുലേറ്റ് അവർ ആക്ഷൻസ്. ആ ഇൻറ്റേർണലൈസ് ചെയ്ത വാല്യൂസ് ആയിരിക്കും പിന്നീട് നമ്മളുടെ ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുക, അല്ലേ? സോ വി ആർ അൺനോയിങ്ലി ബി കൺട്രോൾഡ്. ഇറ്റ് ഹെൽപ്സ് ദ റൂളിംഗ് ക്ലാസ് ടു ഡിസെമിനേറ്റ് ഇറ്റ്സ് ഇൻട്രസ്റ്റ് എഫേർട്ട്ലെസ്ലി.
അപ്പോൾ റൂളിംഗ് ക്ലാസ് നമ്മളെ ഇൻഡയറക്റ്റ്ലി കൺട്രോൾ ചെയ്യുകയാണത്. അതാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ കൾച്ചറലിസം ആസ് ഡിഫൈൻഡ് ബൈ വില്യംസ് ആൻഡ് തോംസൺസ്. സോ ദിസ് ഇസ് ഫ്രം ദ ചാപ്റ്റർ കൾച്ചറൽ സ്റ്റഡീസ്. സോ കൾച്ചറലിസം എന്ന് പറയുന്നത് എന്താ? അക്കോർഡിംഗ് ടു വില്യംസ് ആൻഡ് തോംസൺസ്, ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓർ പ്രൊഡക്റ്റ് ഓഫ് ആക്റ്റീവ് ആൻഡ് ക്രിയേറ്റീവ് ഇൻട്രാക്ഷൻ ഓഫ് പീപ്പിൾ. അപ്പോൾ പീപ്പിളിൻ്റെ ക്രിയേറ്റീവ് ഇൻട്രാക്ഷനിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രൊഡക്റ്റാണ് കൾച്ചറലിസം എന്നാണ് വില്യംസും തോംസൺസും പറയുന്നത്. സോ ദിസ് ഇസ് ദ idea according to them. Next question, how does new historicism negate the centrality of literary text in literary analysis? So this is from the chapter new historicism. New historicism എന്ന് പറയുന്ന തിയറി എന്താ? ഇറ്റ് പ്ലേസസ് എ ടെക്സ്റ്റ് ഇൻ ഇറ്റ്സ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ടാണ് അത് സ്റ്റഡി ചെയ്യുക. സോ ലിറ്റററി ടെക്സ്റ്റുകളുടെ സെൻട്രാലിറ്റിക്ക് അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. സോ ദ ആൻസർ ഇസ്, New historicism goes beyond the historicist way of reading a literary text in its historical context. Its approach can also be understood as a negation of the centrality of the literary text in literary analysis. അപ്പോൾ നമ്മളൊരു ടെക്സ്റ്റിൻ്റെ ടെക്സ്റ്റുവാലിറ്റി മാത്രമല്ല, അതിൻ്റെ ഒരു ടെക്സ്റ്റ് മാത്രം പഠിച്ചാൽ പോരാ, അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ട് സ്റ്റഡി ചെയ്യണം. അതും കൂടെ ചെയ്യണം എന്ന് പറയുമ്പം they're actually negating the centrality of the literary text. ഒരു ലിറ്റററി ടെക്സ്റ്റിൻ്റെ എല്ലാം ടെക്സ്റ്റാണ് എന്നുള്ള ആ ഒരു സെൻട്രാലിറ്റി അവർ മാറ്റി നിർത്തുകയാണ്. അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ വെച്ച് പഠിച്ചാലേ അത് കംപ്ലീറ്റ് ആവൂ, അനലൈസ് ചെയ്താലേ അത് കംപ്ലീറ്റ് ആവൂ എന്നുള്ള ഒരു തോട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് മെൻറ്റ് ബൈ ഗൈനോക്രിറ്റിസിസം? സോ ദിസ് ഇസ് ഫ്രം ദ ചാപ്റ്റർ ഫെമിനിസം. അക്കോർഡിംഗ് ടു ഷോവാൾട്ടർ, Gynocriticism studies women writers as a distinct literary tradition, parting way with male-oriented feminist critic. It begins at the point when we free ourselves from the linear absolutes of male literary history, stop trying to fit women between the lines of the male tradition, and focus instead on the newly visible world of female culture. ഇപ്പോൾ ഗൈനോക്രിറ്റിസം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് സ്റ്റഡീസ് വുമൺ റൈറ്റേഴ്സ് ആസ് എ ഡിസ്റ്റിങ് ലിറ്റററി ട്രഡീഷൻ. ഇപ്പോൾ വുമൺ റൈറ്റേഴ്സിൽ ഫോക്കസ് ചെയ്യുക, മെയിൽ ലിറ്റററി ഹിസ്റ്ററീൻ്റെ ബാക്കിൽ പോവാതെ വുമൺ റൈറ്റേഴ്സിൻ്റെ വർക്ക്സിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതൊക്കെയാണ് ഗൈനോക്രിറ്റിസിസത്തിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് മെൻറ്റ് ബൈ ഡയസ്പോറ? സോ ദിസ് ഇസ് ഫ്രം ദ ചാപ്റ്റർ പോസ്റ്റ് കൊളോണിയലിസം. ഡയസ്പോറ എന്ന് പറയുന്നത് ആക്ച്വലി ഡയസ്പോറൻ്റെ മീനിങ് പ്രവാസി എന്നൊക്കെയാണ്. ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിൽ പോയി ജീവിക്കുന്ന ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റീനെയാണ് ഈ ഡയസ്പോറ എന്ന് പറയുന്നത്. സോ അതെങ്ങനെ നമ്മൾ വേർഡ്സിലേക്ക് മാറ്റി എഴുതും? ഡയസ്പോറ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ് ഇൻ പോസ്റ്റ് കൊളോണിയലിസം എൻഗേജ്മെൻറ്റ് വിത്ത് നാഷണലിസം. Diasporas can be tentatively described as communities of people living together in one country who acknowledge that the old country, a notion often buried deep in language, religion, custom or folklore, always has some claims on their loyalty and emotions. അപ്പോൾ അവർക്ക് ആ ഒരു കൺട്രീനോട് ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. The dispersion or spread of any people from their original homeland is what actually diaspora is. ഹോംലാൻഡിൽ നിന്ന് വേറെ എവിടെയെങ്കിലും സ്പ്രെഡായി പോകുന്നതിനാണ് ഈ ഡയസ്പോറ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയും എന്താണ് ഡയസ്പോറ എന്നുള്ളത് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ബോഡ്രിലാർഡ് മീൻ വെൻ ഹി തിയറൈസസ് ദ പോസ്റ്റ് മോഡേൺ വേൾഡ് ഇസ് എ വേൾഡ് ഓഫ് സിമുലേഷൻ? സോ ദിസ് ഇസ് ഫ്രം ദ ചാപ്റ്റർ പോസ്റ്റ് മോഡേണിസം. പോസ്റ്റ് മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് ഒരു വേൾഡ് ഓഫ് സിമുലേഷൻ ആണ് എന്ന് ബോഡ്രിലാർഡ് പറയുമ്പോൾ വാട്ട് ഡസ് ഹി മീൻ എന്ന്. സോ ഹി ഈസ് സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ് ഇൻ ദ ബുക്ക് സിമുല ആൻഡ് സിമുലാക്ര. സോ ഇൻ ഹിസ് ബുക്ക് സിമുല ആൻഡ് സിമുലാക്ര he theorized the postmodern world is a world of simulation, means there is no reality existing in the postmodern world. അപ്പം ബോട്ടിലാർഡ് പറയുന്നത് പോസ്റ്റ് മോഡേൺ വേൾഡ് ഒരു വേൾഡ് ഓഫ് സിമുലേഷൻ ആണ്. കാരണം എന്താ, ഫുൾ സിമുലേഷൻസ് ആണ്, ഒരു റിയാലിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നില്ല പോസ്റ്റ് മോഡേൺ വേൾഡിൽ എന്നാണ് അദ്ദേഹം പറയുന്നത്. വി സി സിമുലേഷൻ ഓർ ഇമിറ്റേഷൻ ഓഫ് റിയാലിറ്റി എവ്രിവെയർ. അപ്പോൾ എല്ലായിടത്തും നമ്മൾ സിമുലേഷൻ അല്ലെങ്കിൽ റിയാലിറ്റിൻ്റെ ഒരു ഇമിറ്റേഷൻ ആണ് കാണുന്നത്, റിയാലിറ്റി അല്ല. So postmodern world is a world of simulation. Next question, explain the concept Anthropocentrism. So this is from the chapter Eco-criticism, last chapter.
ആന്ത്രോപോസെൻട്രിസം, ബയോസെൻട്രിസം, എക്കോസെൻട്രിസം ഒക്കെ നമ്മൾ ആ ഒരു ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ ആന്ത്രോപോസെൻട്രിസം എന്ന് പറയുന്നത് എന്താ? ഇറ്റ് പ്ലേസസ് ഹ്യൂമൻ അറ്റ് ദ സെൻറ്റർ, അല്ലേ? ഹ്യൂമൻ ബീയിങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ആന്ത്രോപോസെൻട്രിസം. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ബയോസെൻട്രിസം ആൻഡ് ഓൾ. Now, Anthropocentrism places human beings at the center of the universe. Anthropocentrism believes that human beings are the only possessors of all essential values. Non-human organisms should serve the interest of humanity. അപ്പം ഹ്യൂമൻ ബീങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് ആന്ത്രോപോസെൻട്രിസം, അല്ലേ? നോൺ ഹ്യൂമൻ ഓർഗാനിസംസ് ഒക്കെ, പ്ലാന്റ്സ് ആണെങ്കിലും അത് നോൺ ഹ്യൂമൻ ആയിട്ടുള്ള എല്ലാ ഓർഗാനിസംസും ഹ്യൂമൻ ബീങ്സിന് സെർവ് ചെയ്യാനുള്ളതാണ് എന്നാണ് ആന്ത്രോപോസെൻട്രിസത്തിൻ്റെ ഒരു ഐഡിയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ജൂഡിത്ത് ബട്ട്ലർ മെൻറ്റ് ബൈ ജെൻഡർ പെർഫോമറ്റിവിറ്റി? സോ ദിസ് ഇസ് ഫ്രം ദ ചാപ്റ്റർ ക്യൂർ തിയറി. സോ ജെൻഡർ പെർഫോമറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ് അക്കോർഡിംഗ് ടു ജൂഡിത്ത് ബട്ട്ലർ? സോ ഇൻ ഹെർ ബുക്ക് Gender Trouble, Feminism and the Subversion of Identity and Bodies That Matter on the Discursive Limits of Sex, Butler explores the notion that gender is a social construct and not something determined biologically or by nature. അപ്പം ജൂഡിത്ത് ബട്ട്ലർ അവളുടെ ഈ ബുക്സിൽ ജെൻഡർ ട്രബിൾ, ബോഡീസ് ദാറ്റ് മാറ്റർ, ആ 2 ബുക്സിൽ ആണ് ജെൻഡർ പെർഫോമറ്റിവിറ്റിനെ പറ്റി പറയുന്നത്. So what is gender performativity? What did she mean by gender performativity? So gender എന്ന് പറയുന്നത് സൊസൈറ്റി കൺസ്ട്രക്ട് ചെയ്യുന്നൊരു സംഭവമാണ്, അല്ലാതെ അങ്ങനൊരു സംഭവം ഇല്ല എന്നുള്ളതാണ് അതിനൊരു ഐഡിയ. The notion that gender is a social construct and not something determined by biological or by nature. So ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത് ജെൻഡർ എന്ന് പറയുന്നത് it is not biologically determined. It depends on the സോഷ്യൽ കൺസ്ട്രക്റ്റ്, എങ്ങനെയാണ് ആൾ പെർഫോം ചെയ്യുന്നത് അതിനനുസരിച്ചാണ് ജെൻഡർ ഡിസൈഡ് ചെയ്യുന്നത്, അല്ലാതെ ബയോളജിക്കലി അല്ല എന്നാണ് ജൂഡിത്ത് ബട്ട്ലർ പറയുന്നത്. സോ ജെൻഡർ ഇസ് നോട്ട് ദാറ്റ് സംതിങ് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബയോളജിക്കലി ഓർ ബൈ നേച്ചർ, ഇറ്റ് ഈസ് എ സോഷ്യൽ കൺസ്ട്രക്റ്റ്. ഇപ്പം ജെൻഡർ പെർഫോമറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെർഫോം അതിനോട് കണക്ട് ചെയ്യാം. ഒരാൾ സൊസൈറ്റിയിൽ പെർഫോം ചെയ്യുന്നതനുസരിച്ചാണ് അയാളുടെ സെക്സ് അല്ലെങ്കിൽ ഏത് ജെൻഡർ ആണ് എന്ന് പറയുന്നത്, അല്ലാതെ ബയോളജിക്കലി അല്ല എന്നുള്ളൊരു ഐഡിയ. സോ ദിസ് ഇസ് വാട്ട് ഷീ മെൻ ബൈ ജെൻഡർ പെർഫോമറ്റിവിറ്റി. ഓക്കെ, സോ ദീസ് ആർ ദ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഇനി പാരഗ്രാഫ് ടൈപ്പ് ക്വസ്റ്റ്യൻസും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. So if this video was helpful for you, please consider subscribing to this channel. Thank you.